അപ്പോൾ ഇനി കുറച്ച് രാഷ്ട്രീയമാവട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നമ്മളെ വേങ്ങര മണ്ഡലത്തിലൊന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. നമ്മളെ വേങ്ങര മണ്ഡലത്തിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികൾ അറിയാലോ നിങ്ങൾക്ക്. നമ്മളെ സഭാക്കുണ്ട്, അതേപോലെ ഷാജിക്കുണ്ട്. ഈ രണ്ട് വ്യക്തികളുണ്ട്. ആരാണ് നമ്മളെ മുൻതൂക്കം എന്നുള്ള കാര്യം ഓരോ വ്യക്തികളെയും കണ്ട് നമുക്ക് എന്ത് ചെയ്യാം ചോദിച്ചറിയട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് നമ്മളെ എന്താ പറയുക ആൾക്കാരെ അരിയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് രാഷ്ട്രീയമാവും. ഇതിൽ നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആര് വിജയിക്കും, അതേപോലെ തന്നെ എത്ര ഭൂരിപക്ഷം, ഈ രണ്ട് കാര്യത്തിനും കറക്റ്റ് ആൻസർ പറയുന്ന ആളുണ്ടല്ലോ അവർക്ക് നമ്മൾ എന്താ പറയുക ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വിന്നർ ആരാന്ന് കൂടി നമുക്ക് നോക്കാം. കമോ. അപ്പോൾ കുഞ്ഞാവാ രണ്ട് കാര്യം, നമ്മളെ ഇലക്ഷനൊക്കെ വരുമല്ലേ, അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മളെ വേങ്ങര മണ്ഡലത്തിൽ ആര് ജയിക്കും? നിയോജകമണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥി യുവാക്കളുടെ താരം ഓക്കെ, അപ്പോൾ ഷാജിക്ക് ജയിക്കുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഭൂരിപക്ഷത്തിലാണ് ജയിക്കുക? 35,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കുഞ്ഞാവ പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. ഈ 35,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാജിക്ക് ഇവിടെ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവർ മൂപ്പർക്ക് എന്ത് ചെയ്യും, നമ്മളെ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്തായാലും മൂപ്പർക്ക് ഉണ്ടാവും. ഓക്കെ ഓക്കെ.